എന്തായിരുന്നു അനീഷേട്ടാ, എന്തായിരുന്നു എപ്പോഴായിരുന്നു ഈ പണം കൊടുത്തത്? നമ്മള് അതായത് ഒരു 2013-14 കൊടുത്തത്. അപ്പൊ അന്നേരം എനിക്ക് അവിടെ വടക്കനാട് വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പുള്ളിയുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു എനിക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. ആരുടെ വീടിന്റെ? എന്റെ പേരിൽ തന്നെ. അല്ല, ആരുടെ വീടിന്റെ അടുത്ത്? ഈ അന്ന് MLA പി ആയിരുന്നല്ലോ ബെന്നി, ഞാൻ അങ്ങനെ അറിഞ്ഞത്. എനിക്കൽ ബെന്നി. അപ്പൊ അങ്ങനെ ആ ഒരു തൊട്ട് അതിരായിരുന്നു നമ്മള്, എന്റെ വീട്. അങ്ങനെ ഒരു ബന്ധം വളർന്നു. വൈഫ് അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകൾ ഉണ്ടായിരുന്നു അവിടെ അന്ന്. അതില് നമുക്കൊരു ജോലി വാഗ്ദാനം പുള്ളി ചെയ്തു. ഭാര്യക്ക് വേണ്ടിട്ടാ? വൈഫിന് വേണ്ടിട്ട്. എന്നിട്ട് എത്ര രൂപ കൊടുത്തു? പൈസ കൊടുക്കാണ് 15 ലക്ഷം രൂപയാണ് കൊടുത്തത്. അത് കൈനിക്കൽ ബെന്നിക്കാണോ കൊടുത്തേ? അതെ, ബെന്നിക്കാ കൊടുത്തത്. ആർക്ക് വേണ്ടിയിട്ടാണ് പണം എന്നാണ് കൈനിക്കൽ ബെന്നി പറഞ്ഞത്? ജോലി എന്ന് പറഞ്ഞു. IC ബാലകൃഷ്ണനായിട്ട് അറിയാമെന്ന് പറഞ്ഞോ? പുള്ളിക്ക് കൂടെ പുള്ളി മുഖാന്തരം മേടിച്ചു തരാന്നാ പറഞ്ഞത്. പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകളൊന്നും തെളിവല്ല. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തെളിവല്ല. കോഴപ്പണം വാങ്ങാനായി ഉണ്ടാക്കിയ ധാരണാപത്രവും തെളിവല്ല. കോഴപ്പണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ എല്ലാവരും തൂങ്ങുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു IC ബാലകൃഷ്ണന് K സുധാകരൻ. അങ്കലാപ്പിലായിട്ടുണ്ടാകണം IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അടക്കമുള്ളവർ. സർവ്വ വിവരങ്ങളും അറിയുന്ന NM വിജയന്റെ മരണം സൗകര്യമായി കണ്ടു കോൺഗ്രസ് നേതൃത്വം. പക്ഷേ മരണം നടന്ന് 10ാം നാൾ ഉയർത്തെഴുന്നേറ്റ കോഴപ്പണത്തിന്റെ മരണപത്രം തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല കോൺഗ്രസുകാർ. അവനെതിരെ നിങ്ങൾ ചുമത്തിയ കുറ്റങ്ങളിലൊന്നും ഈ മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ല എന്ന സമൂഹത്തിന്റെ സകല പാപങ്ങളും ഏറ്റെടുത്ത് കുരിശേറിയവനെ കുറിച്ച് പറയാൻ ഒരു പീലിത്തോസ് ഉണ്ടായ പോലെ തന്റെ നിരപരാധിത്വം പറയാൻ ആരും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിലാകണം പാപത്തിന്റെ ചരിത്രം മുഴുവൻ NM വിജയൻ തന്റെ കുഴിമാടത്തിൽ കുറിച്ചിട്ടത്. നിങ്ങൾ ചവിട്ടിത്താഴ്ത്തിയവരും ചവിട്ടി പുറത്താക്കിയവരും തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് NM വിജയൻ കോൺഗ്രസിന് നൽകുന്നത്. പക്ഷേ ഇനിയും എത്ര നാൾ ഇരട്ട കൊലപാതകത്തിന്റെ ഉത്തരവാദികളെ സംരക്ഷിക്കാനാകും കോൺഗ്രസിന്? ഈ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: M പ്രകാശൻ മാസ്റ്റർ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, വെളിപ്പെടുത്തലുകളായി ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, കൂടുതൽ കത്തുകളും പുറത്തു വരുന്നുണ്ട്. നോക്കൂ, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വേണ്ടി NM വിജയൻ ഉണ്ടാക്കി വെച്ച വലിയ ബാധ്യതയായിരുന്നു പ്രശ്നം. തിരുവഞ്ചൂർ അടക്കമുള്ളവർ വീട്ടിലെത്തി ആ ബാധ്യത ഏറ്റെടുക്കാമെന്ന് പറയുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നതോടുകൂടി കുടുംബത്തിന്റെ പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ വലിയ തരത്തിലുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ. പക്ഷേ യഥാർത്ഥ പ്രശ്നം അപ്പോഴും അവിടെ നിലനിൽക്കുകയല്ലേ? കുറ്റക്കാരെ, NM വിജയന്റെ മരണത്തിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദികളായവരെ ഇപ്പോഴും സംരക്ഷിക്കുകയല്ലേ കോൺഗ്രസ്? ഒരു സംരക്ഷണവുമില്ല. അങ്ങയുടെ വിശദീകരണം ആ രീതിയിലാക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി ഈ വിഷയത്തിൽ തുടക്കം തൊട്ടേ നടപടിയെടുത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി എന്ന് നിങ്ങളുടെ പോലീസിനെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പോലീസിനെ സമീപിച്ച ആളുടെ പേർ IC ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം MLA ആണ്. SP അതിന്റെ പിറ്റേ ദിവസം തന്നെ നേരിട്ടെത്തി ഈ വിഷയത്തിലെ ദുരൂഹത മാറ്റണമെന്നും ഈ വിഷയത്തിൽ തന്റെ പേരടക്കം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായി കാണുന്നുവെന്നും പീറ്റർ എന്നൊരാളുടെ എഗ്രിമെന്റ് പേപ്പർ ആയിരുന്നു അന്ന് നിങ്ങളുടെ കൈവശമുണ്ടായിരുന്നത്. ആ എഗ്രിമെന്റ് പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ക്ലാരിഫിക്കേഷൻ അത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഏറ്റവും ആദ്യം പോലീസിനെ സമീപിച്ചത് കോൺഗ്രസ് ആണ്, IC ബാലകൃഷ്ണനാണ്. പീറ്ററിന്റെ എഗ്രിമെന്റ് പേപ്പർ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. ആ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം എടുത്ത നിലപാട് എന്താണ് അസിത? പോലീസ് ആദ്യം എടുത്ത നിലപാട് ആ വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോറൻസിക്കിന് അയക്കുകയും അങ്ങനെ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്തൊരു നിലപാടെടുക്കും എന്നാണ് അന്ന്
വയനാട് പോലീസ്, വയനാട് തീർച്ചയായും അങ്ങനെ ഒരു കേസിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണല്ലോ അതിന്റെ ഒരു രീതി. ഒരു കത്ത്, അത് ആത്മഹത്യക്കുറിപ്പല്ല എന്തുമാകട്ടെ, അത് കയ്യിൽ കിട്ടിയാൽ അത് നേരെ പബ്ലിഷ് ചെയ്ത് ഇതാണ് അതിന്റെ തെളിവ് എന്ന് പറയുകയല്ലോ പോലീസിന്റെ രീതി. അത് ഫോറൻസിക് പരിശോധന നടക്കട്ടെ, IC ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലും അന്വേഷണം നടക്കട്ടെ, അന്വേഷണവും പരാതിയും തെളിവെടുപ്പും ഒക്കെ ആ നിലയിൽ നടക്കട്ടെ. വസന്ത്, ഞാൻ ചോദിക്കുന്നത് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ശരിയാണ്. വസന്ത് പറയുന്നത് പോലെ ആരെയും സംരക്ഷിക്കില്ല എന്ന് ഇങ്ങനെ പൊതുമധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാകുമോ? IC ബാലകൃഷ്ണൻ പീറ്ററിന്റെ കത്തിന്റെ ആധികാരികതയെ സംശയിക്കുന്നു. പക്ഷേ NM വിജയൻ മക്കൾക്ക് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് എഴുതിയ മരണക്കുറിപ്പുണ്ട്. അതിനു മുൻപ് ഈ ഉത്തരവാദിത്വം എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കുന്ന കത്തുകളുണ്ട്. KPCC അധ്യക്ഷനടക്കം അത് കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കത്തിൽ എന്ത് നടപടിയെടുത്തു? അപ്പോൾ IC ബാലകൃഷ്ണനെ വിശ്വസിക്കുന്നുണ്ട് വസന്ത് അടക്കമുള്ളവർ. ആ വിശ്വാസം എന്തുകൊണ്ട് NM വിജയന്റെ വാക്കുകളിലില്ല? അല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരു കത്ത് പുറത്തു വന്നാൽ ഫോറൻസിക് പരിശോധന നടത്തണമെന്നത് പോലീസിന്റെ മാത്രം നിലപാടല്ല, CPM-ന്റെ നിലപാടാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നമ്മുടെ കളമശ്ശേരിയിൽ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സിയാദ് എന്നൊരു സഹകാരി ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ നിന്നൊരു ലെറ്റർ കിട്ടുകയും ആ ലെറ്റർ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നതാണ് എന്ന് കണ്ടപ്പോൾ അന്ന് പോലീസ് എടുത്ത നിലപാടും CPM എടുത്ത നിലപാടും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പ്രതി ചേർത്താൽ മതി എന്നുള്ളതായിരുന്നു. കളമശ്ശേരി ഏരിയ സെക്രട്ടറിയെ നിങ്ങൾ ആരും മറന്നു കാണത്തില്ലല്ലോ. അപ്പൊ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്. പക്ഷെ തിടുക്കത്തിൽ NM വിജയന്റെ കുടുംബം കോൺഗ്രസിനെതിരെ തിരിയുന്നു എന്ന് കണ്ട് നിങ്ങളുടെ പോലീസ് നിശബ്ദത പാലിച്ചു. എന്നാൽ KPCCയുടെ അന്വേഷണ കമ്മീഷൻ തിരുവഞ്ചൂർ അടക്കമുള്ളവർ ആ കുടുംബത്തിന്റെ അടുത്തെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനുശേഷം ആ കുടുംബം പോലീസിന്റെ അന്വേഷണം പോലീസിന്റെ വഴിക്കും പാർട്ടിയുടെ അന്വേഷണം പാർട്ടിയുടെ വഴിക്കും പോകട്ടെ, നീതി ലഭ്യമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ അന്ന് വൈകിട്ട് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്തു? IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. IC ബാലകൃഷ്ണനെ പ്രതി ചേർത്ത് നിങ്ങളുടെ പോലീസ് കൽപ്പറ്റ കോടതി വളരെ കൃത്യമായി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അപസർപ്പക കഥകൾ പടച്ചുവിടുകയാണ്. നോക്കൂ, IC ബാലകൃഷ്ണനെ കാണാനില്ല, ND അപ്പച്ചനെ കാണാനില്ല. KPCC മീറ്റിംഗ് യോഗത്തിൽ നേരിട്ട് ND അപ്പച്ചനെ കണ്ണാൽ കണ്ട ഒരാളാണ് ഞാൻ. വസന്ത്, ND അപ്പച്ചനെയും IC ബാലകൃഷ്ണനെയും ഒക്കെ വസന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം അങ്ങനെ പോകട്ടെ വസന്ത്. അന്വേഷണത്തെ കുറിച്ച് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ വസന്ത് അടക്കമുള്ളവർ ആവർത്തിച്ചു പറയുന്നതിൽ നിന്നും ND അപ്പച്ചനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? IC ബാലകൃഷ്ണനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേ രീതിയിൽ തന്നെ 50 വർഷത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ കുടുംബത്തിന് പോലും എങ്ങനെയാണ് വസന്ത് ഇത്ര പൊതുമധ്യത്തിൽ വന്ന് പ്രതികരിക്കേണ്ടി വരുന്നത്? മരണം നടന്ന് 10 ദിവസത്തിന് ശേഷമല്ലേ? അതും NM വിജയന്റെ വാക്കായിരുന്നു. അപ്പോൾ ആ NM വിജയനെ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കത്തിനെ നിങ്ങൾ വിശ്വസിക്കണ്ടേ? അത് കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്ന KPCC അധ്യക്ഷന്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കണ്ടേ? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് പക്ഷെ ഒരു നടപടിക്രമമുണ്ട്. അങ്ങനെ തന്നെ നോക്കൂ, 2019 NM വിജയേട്ടൻ അടക്കമുള്ള DCC ഭാരവാഹികൾ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ അഴിമതി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് മുമ്പേയാകെ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നയിച്ചപ്പോഴാണ് അന്ന് KE വിനയൻ KPCCയുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു കമ്മിറ്റിയെ വെക്കുന്നത്. ആ കമ്മിറ്റി അവിടെ അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തിയാണ് ഞങ്ങൾ ഡോക്ടർ സണ്ണി അടക്കമുള്ളവരെ പുറത്താക്കുന്നത്. ആ പുറത്താക്കിയവരെയാണ് CPM ഏറ്റെടുക്കുന്നത്. അന്നത്തെ KPCCയുടെ കമ്മിറ്റി വസന്ത് പൂർണ്ണമായും വിശ്വസിക്കുകയാണല്ലേ? അന്നത്തെ അന്വേഷണത്തെ വസന്ത് പൂർണ്ണമായും വിശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായും. അതുകൊണ്ട് നോക്കൂ, അല്ല ഒരു കാര്യം കൂടി, അസിതയുടെ ചോദ്യത്തിന് 10 സെക്കൻഡ് ഉത്തരം പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ, അന്നത്തെ പോലെ തന്നെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് KPCCയുടെ മുമ്പാകെ വരും. അതിനുശേഷം അതിന് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി നടപടി വസന്ത്, ഇതിന് മുൻപ് വന്ന കമ്മിറ്റിയെ കുറിച്ചാണ് വസന്ത് പറയുന്നത്. അതിൽ വസന്ത് അടക്കമുള്ളവർക്ക് വിശ്വാസമുണ്ട്. അതിൽ നടപടി എടുത്ത ആളുകൾ കുറ്റക്കാരെന്ന് വസന്ത് ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ അന്വേഷണ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ അന്വേഷണ കമ്മിറ്റി മുൻപാകെ ഞങ്ങൾ കൊടുത്ത മൊഴികളൊന്നും അവർ കേട്ടിട്ടില്ല, ആ വിവരങ്ങളൊന്നും രേഖപ്പെടുത്താനോ കേൾക്കാനോ പോലും തയ്യാറായില്ല എന്ന് കാണിച്ച സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സക്കറിയ മണ്ണിൽ KPCC അധ്യക്ഷൻ എഴുതിയ ഒരു കത്തുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതിന്റെ വിഷയം, സാർ, അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമിച്ച അന്വേഷണ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കാൻ തയ്യാറായത് സ്വീകരിക്കാത്തതിനാലാണ് നേരിട്ടൊരു അപേക്ഷ സമർപ്പിക്കുന്നത്. ആ അപേക്ഷയിൽ തുടർന്നങ്ങോട്ട് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയ വലിയ തുകയുടെ കണക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വസന്ത് ഉൾപ്പെടെ വിശ്വസിക്കുന്ന ആ അന്വേഷണ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയ ആളാണ് ഇദ്ദേഹം. ഇപ്പോഴും കോൺഗ്രസിനൊപ്പം ഉണ്ടല്ലോ അല്ലേ? ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ പ്രതി കൂടിയാണ് സക്രിയ മണ്ണിൽ. ഈ സക്രിയ മണ്ണിലും ഞാൻ ഈ IC ബാലകൃഷ്ണന്റെ മരണത്തിന്റെ പിറ്റേ ദിവസം കൈരളി ചർച്ചയ്ക്ക് എടുത്തപ്പോ ശരത്ചന്ദ്രനായിരുന്നു അന്ന് ചർച്ച നയിച്ചത്. ഞാൻ അന്ന് ഗസ്റ്റായിരുന്നു.
അന്ന് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. സക്കറിയ മണ്ണിൽ പ്രീ പ്രസാദ് എന്ന ഞങ്ങളുടെ DCC ഭാരവാഹി ഇങ്ങനെ 2 പേരുടെ പേരിൽ 2019-ലും 18-ലും 19-ലും 20-ലും കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് അവർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങിപ്പോ വായിക്കുന്ന കത്ത് സക്കറിയ മണ്ണിൽ തന്നെ നിഷേധിച്ച കത്താണ്. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളി പുറത്തുവിട്ടതിന് ശേഷം സക്കറിയ മണ്ണിൽ എന്നല്ല ഒരു കോൺഗ്രസ് നേതാവും ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൈരളിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തൂടെ, ഇത് ഞങ്ങളുടെ കത്തല്ല, ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങളുടെ വിവരമല്ല, 5/8/2021 അയച്ച കത്താണ്, അപ്പോൾ ഡേറ്റ് സഹിതം കൈരളി ഇങ്ങനെ ഒരു വ്യാജ കത്ത് പുറത്തു വിട്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നിശ്ചയമായും നടപടിയെടുക്കാമല്ലോ. അല്ല, ഈ കത്ത് പുറത്തു വന്ന അന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് വയനാട് ജില്ലാ പ്രസ് മീറ്റ് ഹാളിൽ അവർ തള്ളി പറഞ്ഞൊരു കത്തിനെ ഇനിയും കൈരളി എടുത്തുകൊണ്ട് കിടന്നാൽ അവർ എന്ത് നിയമ നടപടി സ്വീകരിക്കും? സ്വാഭാവികമായും വസന്ത്, കത്ത് അയച്ചവർക്കും കത്ത് കിട്ടിയവർക്കും മാത്രമാണ് ഇതിന്റെ ആധികാരികത അറിയാവുന്നതല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് ആളുകൾ ഞങ്ങൾ അയച്ചിട്ടില്ല എന്നോ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നോ പറഞ്ഞാൽ ഈ കത്തിങ്ങനെ തെളിവായി കാണിക്കുക എന്നതിനപ്പുറം മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ പൊതുമധ്യത്തിൽ കാണിക്കാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കാകില്ലല്ലോ. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കാം. അത് തന്നെയാണ് NM വിജയന്റെ കാര്യത്തിലും ആദ്യം നിങ്ങൾ ഉന്നയിച്ചത്. ഞാൻ മടങ്ങി വരാം. ശ്രീ M പ്രകാശൻ മാസ്റ്റർ, നോക്കൂ, തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുടുംബത്തെ കണ്ട ശേഷം അവർ പറയുന്നത് ഞങ്ങൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നാണ്. ഏത് പാർട്ടി? NM വിജയൻ, അവരുടെ അച്ഛൻ വിശ്വസിച്ച അതേ പാർട്ടി, തന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച പാർട്ടിയാണ്. എന്തായാലും ശരി, ആ ബാധ്യത ഏറ്റെടുക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് NM വിജയന്റെ വ്യക്തിപരമായ ബാധ്യതയല്ല എന്ന് ആ പാർട്ടിക്ക് ഉറപ്പുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ ഏതൊരു കോൺഗ്രസ് നേതാവും ഇങ്ങനെ ഒരു കടബാധ്യതയുണ്ട്, അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള വിശാല മനോഭാവത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയിട്ടുണ്ടാകണം. നമ്മൾ ഏതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് അതിൻ്റെ നേതാക്കന്മാർക്ക് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തൊരു ചരിത്രം ഈ കേരളത്തിലുണ്ടോ? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ലജ്ജിച്ച് തലതാഴ്ത്താത്തത് എന്ന് അവരിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകളടക്കം ചോദിക്കുന്ന രൂപത്തിലല്ലേ കോൺഗ്രസിൻ്റെ നിലപാട് മുന്നോട്ടേക്ക് പോകുന്നത്? ഇതിൽ ഇപ്പോൾ 2019 നടത്തിയിരിക്കുന്ന അന്വേഷണം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ്, 2019 ഉന്നയിച്ച കാര്യമല്ലല്ലോ ഇപ്പോൾ NM വിജയൻ അദ്ദേഹത്തിൻ്റെ കത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയം നേരത്തെ ആ സ്ഥാപനം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിച്ച സമയത്ത് 32 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നൽകാം എന്ന് നേരത്തെ വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെ 3 തവണ വാങ്ങിച്ചിരിക്കുന്ന കടം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാങ്കിലെ BJP ഡയറക്ടറെ 10 ലക്ഷം രൂപ കൊടുത്ത് വശത്താക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു 7 ലക്ഷം ഉറുപ്പിക IC ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് കോട കൊടുത്ത 7 ലക്ഷം രൂപയുടെ വലിയ നിലക്കുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ 2 ലക്ഷം രൂപ പണമായിട്ടും 5 ലക്ഷം രൂപയുടെ ചെക്കും കൊടുത്തു എന്ന് കത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അർബൻ ബാങ്കിൽ ജോലിക്ക് വേണ്ടി 10 ലക്ഷം രൂപയെ കൊടുത്തു, ആ വിവരം ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. KK ഗോപിനാഥൻ മാഷ് മുൻ DCC പ്രസിഡന്റ് 15 ലക്ഷം ഉറുപ്പിക കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് കണക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പം നേരത്തെ ഉന്നയിക്കപ്പെട്ട വിഷയമല്ല ഇത് എന്ന് മാത്രമല്ല, കത്തിൽ 2 സ്ഥലത്തെ പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഏതെങ്കിലും നിലക്കുള്ള ഒരു ആത്മഹത്യ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി ഇതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നവരും കോൺഗ്രസ് പാർട്ടിയുമാണ് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സാർവത്രികമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് PPDVയുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ ADMന്റെ മരണക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അവർ പ്രസംഗിച്ച കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PPDVയെ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ കേസെടുക്കണം, അവർ രാജിവെക്കണം, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്ര ശക്തമായി വാദിച്ച പാർട്ടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ആ ധാർമ്മികമായിട്ടുള്ള ഒരു നില തങ്ങളുടെ പാർട്ടിയുടെ നേതാവിന് ബാധകമാക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? എത്ര സ്ഥലങ്ങളിലാണ് IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഈ പറയുന്ന കത്തിൽ അദ്ദേഹം പറയുന്നത്? നേരത്തെ പലതവണ ഈ വിഷയം സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രമാത്രം കൃത്യമായ നിലക്ക് തെളിവുകളോടെ കാര്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകളെ നിയമിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ച പോലെ വ്യക്തമാക്കുന്ന കാര്യമല്ലേ ഈ കത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നേരത്തെ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഈ ബാങ്കിൽ നിയമിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് 17 പേരുടെ ലിസ്റ്റ് എനിക്ക് നേരത്തെ DCC പ്രസിഡന്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകനെ 7 കൊല്ലക്കാലം ആ സ്ഥാപനത്തിൽ പണിയെടുത്ത 1/2 നൂറ്റാണ്ട് കാലം വയനാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും എല്ലാ നിലക്കും പാടുപെട്ട വിജയൻ്റെ മകൻ 7 കൊല്ലക്കാലമായിട്ട് ഇവിടെ പണിയെടുക്കുന്ന മകനെ പിരിച്ചുവിട്ട് പകരം ഒരാൾ നിയമിക്കാൻ കത്ത് കൊടുത്തത് വേറെ ആരുമല്ല, ഇതേ IC ബാലകൃഷ്ണനാണ്.
DCC അധ്യക്ഷനായിരിക്കുന്ന കാലത്ത്, MLA ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറയുന്നു DCCയുടെ ട്രഷറാണ് ഞാൻ പോലും അറിയാതെയാണ് അത്തരം ഒരു കത്ത് കൊടുത്തത്. ഇതൊന്നും തെറ്റല്ലെങ്കിൽ വേറെ എന്താ തെറ്റാവുക? ഇവിടെ സാധാരണഗതിയിൽ നിയമപരമായിട്ട് മാത്രം ആളുകളെ തെരഞ്ഞെടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു സ്ഥാനത്ത് കത്ത് കൊടുത്ത് ആളുകളെ നിയമിക്കുക, അതിന് കൈക്കൂലി വാങ്ങുക. പൈസ ഇവിടെ വിജയൻ പറയുന്നുണ്ട്, ഈ PTS എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം സ്വീപ്പർ പോസ്റ്റിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ്? ഇവിടെ ആളുകളെ കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കളെ അവരെ നിയമിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച ആളും കോൺഗ്രസ് പ്രധാന നേതാവിൻ്റെ മകളാണ്. അവരെ നിയമിക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കോൺഗ്രസിൻ്റെ DCC ട്രഷറർ അദ്ദേഹത്തിൻ്റെ മരണമൊഴിയിൽ പറയുമ്പോൾ അതെങ്കിലും ഒരു ശരിയല്ലെന്ന് പറയാൻ ഇവർക്ക് തോന്നണ്ടേ? ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ, ജീവിച്ചിരിക്കുന്ന മകൻ്റെ ഭാര്യ ചെന്ന് കണ്ടല്ലോ KPCC അധ്യക്ഷനെ, ചെന്ന് കണ്ടല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ. അവരിൽ നിന്ന് തങ്ങൾക്ക് ശരിയായ നിലപാടല്ല, ഞങ്ങളുടെ അനുഭാവപൂർവ്വം സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല ഉണ്ടായത് എന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയും. അപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു നിലപാടാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്നത്? പണം വാങ്ങിയിട്ട് ആളുകളെ നിയമിക്കുക, കോഴ വാങ്ങിയിട്ട് ആളുകളെ നിയമിക്കുക, അതുപോലെ അതിനു വേണ്ടിയിട്ട് കത്ത് കൊടുക്കുക, എന്നിട്ട് വരാൻ പോകുന്ന പോസ്റ്റിൽ പണം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാമെന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, എന്നിട്ട് കൊടുക്കാതിരിക്കുക. പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആൾ കെണിയിൽപ്പെട്ട് അദ്ദേഹത്തിന് കത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനി 10 ദിവസം കാത്തു നിൽക്കണമെന്ന് മകനോട് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല അദ്ദേഹം പറയുന്നല്ലോ കത്തിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലെയുള്ള ഒരു അവമതിപ്പ് തരേണ്ട ഒരു ഘട്ടം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു സന്ദർഭത്തിലുണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ ഇപ്പോൾ തെളിവ് വേണം അത്രേ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫോറൻസിക് പരിശോധന എന്ന് പറയുന്നത് അത് ഒഫീഷ്യലായ ഒരു സംഗതിയാണ്. ഒരു കേസിനകത്ത് ഒരു കേസെടുക്കുമ്പോൾ ആ കത്ത് ആരുടേതാണ് അത് പരിശോധിക്കണ്ടേ? അത് തെളിയിക്കേണ്ടതേ. ആ കത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് പരിശോധിക്കണ്ടേ? അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി കഴിയൂ. എന്നിട്ട് അത് വരട്ടെ എന്ന് പറയുന്നു കോൺഗ്രസ്. എന്തിനാ കോൺഗ്രസ്? ഈ പറയുന്ന വിജയൻ കോൺഗ്രസ് അല്ലേ? DCCയുടെ ട്രഷറർ അല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യം IC ബാലകൃഷ്ണൻ പറയുന്ന പോലെ തന്നെ മുഖവിലക്കെടുക്കാൻ ഉത്തരവാദിത്തമില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്? ഒരു നാണമില്ലാതെ വന്നിട്ട് അത് ന്യായീകരിക്കുകയാണ് കോൺഗ്രസിന്റെ. ഞാൻ മടങ്ങി വരാം. N. ലാൽകുമാർ, KPCC ഒരു അന്വേഷണ സമിതി നിയോഗിച്ചിരിക്കുകയാണ്. മുൻപൊരു അന്വേഷണ സമിതി ഉണ്ടായിരുന്നു, അതിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. നോക്കൂ, അപ്പോൾ ആ അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ആ തെളിവിന്റെ മേളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇന്ന് T. സിദ്ദീഖ് പറയുന്നത്, ഇപ്പോൾ നിയോഗിച്ച അന്വേഷണ സമിതി എന്ത് കണ്ടെത്തുന്നോ അത് മാത്രമാകും ഞങ്ങൾ വിശ്വസിക്കുക, അതിന്മേൽ മാത്രമാകും ഞങ്ങളുടെ നടപടി. ഈ സംവിധാനത്തെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി കോടതികൾക്കെതിരെ നഖശിഖാന്തം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കോൺഗ്രസുകാരാണ് ഞങ്ങളുടെ കമ്മിറ്റിയെ മാത്രം ഞങ്ങൾ വിശ്വസിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറയുന്നത്. കേൾക്കാൻ ഒരു രസമൊക്കെ ഇല്ലേ? എനിക്ക് കേട്ടപ്പോൾ രസമൊക്കെ തോന്നി. കാര്യം ഇവർക്കും ഇങ്ങനെ നോക്കൂ, ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ അവരുടെ സമ്പന്നതനായ ഒരു നേതാവിന്റെ കടന്നുപോക്കുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ആ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് ആര് എന്നുള്ള ചോദ്യത്തിനല്ലേ മറുപടി പറയേണ്ടത്? ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുന്നു, ഈ അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ കുറിച്ച് അന്വേഷിക്കുന്നു. ശരി, എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്, അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, എന്തിന് ആത്മഹത്യ ചെയ്തു, അതിന്റെ കാരണം എന്ത്? അതിന് കാരണം കോൺഗ്രസാ. നോക്കൂ, അദ്ദേഹത്തിന്റെ ഗ്രീവൻസസ് എല്ലാം കൂടെ ഹി വാണ്ടഡ് ടു ഇൻഫോം ഇറ്റ് ടു KPCC പ്രസിഡന്റ്. അദ്ദേഹം അത് ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചേ? അത് അവിടെ എവിടെയോ കിടപ്പുണ്ട് കത്ത്. ശരി, അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നിട്ട് ആ ആത്മഹത്യയെ കുറിച്ച് അന്വേഷണം ബെസ്റ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനകത്ത്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരാമർശം വന്നല്ലോ തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ട്. തിരുവഞ്ചൂരും കൂട്ടും, തിരുവഞ്ചൂർ വ്യക്തിയല്ല, പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചതായിരിക്കും. തിരുവഞ്ചൂർ പോകുന്നതിന് കാര്യം എന്താ? ഇവര് പറയുന്ന കാര്യം കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ടാണ്. അത് എങ്ങനെയും ആ വിഷയം പാസിഫൈ ചെയ്തെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. അല്ല, നിഷ്പക്ഷമായ അന്വേഷണം നടന്നോട്ടെ, പോലീസ് അന്വേഷണത്തിനനുസരിച്ച് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, പോലീസ് അന്വേഷിച്ചോട്ടെ. അതുകൂടാതെ അവരിഷ്ടം പോലെ അവർക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തിൽ അവർ ആർട്ടിക്കിൾ 19(1) പ്രകാരമുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ തന്നെ വിചാരിക്കാത്തെ. കാര്യം കുടുങ്ങും എന്നറിയാം. കാര്യം ഇവർക്ക് തന്നെ ഈ പല ആൾക്കാർക്കും ഇത് വിശ്വാസമില്ല ഇവർ പറയുന്നത്.
ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതുപോലെ തന്നെ സതീശന്റെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശത്തോട് കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചെന്ന് എങ്ങനെയും ഇതൊന്ന് ഈ പ്രഷർ കുക്കർ ഇത് വിഷയമുണ്ടല്ലോ, അത് എങ്ങനെയും ഒരു സേഫ്റ്റി വാൽവ് പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിയത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അതും ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവർ നടത്തുമായിരിക്കാം, അത് നടക്കട്ടെ. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അത് കേരള സമൂഹത്തോട് എന്തുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം വസന്ത് ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ അദ്ദേഹത്തെ പേഴ്സണലി ഞാൻ ഒന്നും പറയുന്നില്ല. കാര്യം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് വളരെ മാന്യമായി അദ്ദേഹത്തിന് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ. ഈ IC ബാലകൃഷ്ണൻ അവിടെ നടക്കുന്നു എന്നുള്ള രീതിയിൽ വസന്ത് പറഞ്ഞു. ഇപ്പം ഇന്നലത്തെ റിപ്പോർട്ടറിന്റെ ചർച്ച IC ബാലകൃഷ്ണൻ എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. കാര്യം IC ബാലകൃഷ്ണനെ കാണുന്നില്ല എന്നാണ് ഇന്നലെ ചാനലുകളെല്ലാം ഡിബേറ്റ് നടത്തിയത്. കാര്യം എന്താ? കേസ് ചാർജ് ചെയ്തു, അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ആന്റിസിപ്പേറ്ററി അദ്ദേഹം മൂവ് ചെയ്യായിരിക്കാം, അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റ് ആണ് ആന്റിസിപ്പേറ്ററി മൂവ് ചെയ്യാൻ, അദ്ദേഹം മൂവ് ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾ അതുവഴി നെഞ്ചു വിരിച്ച് നടക്കുന്നു. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, കൈരളിയല്ല മറ്റു മാധ്യമങ്ങൾ പോലും പറയുന്നത് IC ബാലകൃഷ്ണൻ ഇപ്പൊ അവിടെ കാണാനില്ല. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ആദ്യം അദ്ദേഹം തന്നെയാണ് പരാതി കൊടുത്തത്. എന്ത് പരാതി? എന്തോ അന്വേഷിക്കണം എന്നുള്ള പരാതിയോ? ഇദ്ദേഹം പറഞ്ഞില്ലേലും അന്വേഷിക്കും. പക്ഷെ ഈ പറയുന്ന കുത്തിത്തിരിപ്പുകളെല്ലാം നടത്തിയിട്ട് ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയെങ്കിൽ IC ബാലകൃഷ്ണൻ ഇതിനകത്തൊരു പ്രശ്നക്കാരനാണ്. ആ IC ബാലകൃഷ്ണൻ പ്രശ്നക്കാരനായാൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന SP പരാതി കൊടുത്തു. ആ പരാതി അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്ത് എന്നുള്ള ചോദ്യമാണ്. നമ്മൾ പണ്ട് പറയത്തില്ലേ, ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് ആ പീഡിപ്പിച്ചതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് ഇതിന്. നമ്മൾ അങ്ങനെ കുറച്ച് കഥകൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. നോക്കൂ, കോൺഗ്രസിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അവരുടെ യുവ നേതാക്കന്മാരെ, ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെ പോലും വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ആൻസർ ആ മനുഷ്യന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, അതിന്റെ കാരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ, കേരള സമൂഹത്തിനോട് വിശദീകരിക്കാൻ എന്നുള്ളത് പോട്ടെ, കോൺഗ്രസിനുള്ളിൽ അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇപ്പൊ കുടുംബം മാറി പറഞ്ഞല്ലോ. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പറയുന്ന അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരുവഞ്ചൂരും കൂട്ടരും ചെന്ന് എന്തായിരിക്കും അവിടെ ചെന്ന് പറയുക? എന്തായിരിക്കും പറയുക? ദയവ് ചെയ്ത് മാധ്യമങ്ങളെ കാണരുത്, ഉപദ്രവിക്കരുത്. ഇതാ പറയാൻ പോകുന്നേ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചോളാം. കാര്യം അവർക്കുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നടക്കും. കാര്യം കോൺഗ്രസ് പാർട്ടി സമ്പന്നമായ പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്, രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് അവരുടെ കടം അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമേ അല്ല. പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ ആദ്യം എന്ത് പറഞ്ഞു, അത് കഴിഞ്ഞ് ആ വീട്ടുകാരെന്ത് പറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഡാമേജിങ് ആകും എന്ന് മനസ്സിലായപ്പോഴല്ലേ ഈ മാറ്റത്തിലേക്ക് വന്നത്. അപ്പൊ ആ പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് കാര്യം പൊളിറ്റിക്കലി അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഡാമേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അവര് അവിടെ ചെന്ന് പറയാൻ പോകുന്നത് ദയവ് ഇത് പരസ്യ പ്രസ്ഥാനം ഒഴിവാക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പാർട്ടി പരിഹരിച്ചോളാം. പക്ഷെ അവര് ഈ പറയുന്ന സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്നറിയോ, ഈ ആള് മരിച്ചു, ഒരു മരണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ നഷ്ടമാണ്, ആ സ്റ്റേറ്റിന്റെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റേറ്റിനോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, സംസ്ഥാനത്തോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, സമൂഹത്തോട് മറുപടി പറയേണ്ടത്. അതിൽ നിന്ന് ആ വീട്ടുകാർ അതിൽ നിന്ന് ബാക്കൗട്ട് ചെയ്താൽ പോലും സമൂഹം ബാക്കൗട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട, അത് നടക്കുന്ന കാര്യമല്ല. ശരി ശരി. വസന്ത് ശ്രീയേക്ക് നോക്കൂ, ആദ്യഘട്ടത്തിൽ സംസാരിച്ച കത്തിന്റെ ആധികാരികതയിലേക്ക് വസന്ത് തന്നെ ആദ്യം പറയുന്നത് ആത്മഹത്യാക്കുറിപ്പ് ഒക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ കൈരളി ഉൾപ്പെടെയുള്ളവർ വലിയ സംഭവമായി ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ടി സിദ്ദീഖ്, അദ്ദേഹം വയനാട്ടിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ കൂടിയാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളെ ഉദ്ധരിക്കുന്നത്. ഈ കത്തുമായി ബന്ധപ്പെട്ട ആധികാരികതയിൽ വലിയ വിശ്വാസ്യത, അല്ലെങ്കിൽ കത്തുമായി ബന്ധപ്പെട്ടതിന്റെ ആധികാരികതയിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നോക്കൂ വസന്ത്, ആ കത്ത് എഴുതിയത് NM വിജയനാണ്. ആ കത്ത് പുറത്തുവിട്ടത് ആ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ കയ്യിലാണ് കത്തുണ്ടായിരുന്നത്. ആ കുടുംബം അത് ആദ്യം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകുന്നു, പിന്നീട് ഈ പറഞ്ഞ 10 ദിവസത്തിന് ശേഷം കുടുംബമാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. നമ്മൾ ആരും ഫാബ്രിക്കേറ്റ് ചെയ്ത കത്തല്ല അത്. അപ്പോൾ ഇപ്പോഴും കത്തിന്റെ വിശ്വാസ്യതയിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ആ കത്ത് എഴുതിയ NM വിജയനെയാണോ, ആ കത്ത് പുറത്തുവിട്ട കുടുംബത്തെയാണോ സംശയിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം പ്രകാശൻ മാസ്റ്ററിന്റെ ഒരു വാദത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് NM വിജയന്റെ മകനെ ജോലിയിൽ നിന്ന്, അതായത് 7 വർഷക്കാലത്തോളം
ടെമ്പററി വേക്കൻസിയിൽ നിന്ന് പിന്നീട് പെർമനന്റ് വേക്കൻസി ഉണ്ടായപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ നിങ്ങൾ എന്ന് ചോദിച്ചാൽ ആരാണ് പ്രകാശൻ മാസ്റ്ററെ മാറ്റി നിർത്തിയത്? ആ ഭരണസമിതിയുടെ പേര് ഡോക്ടർ സണ്ണി ഭരണസമിതി എന്നാണ്. ആ ഭരണസമിതി ഡോക്ടർ സണ്ണി 2 ഭരണസമിതിയുടെ ഭാഗമായിരുന്നു. ഒന്ന്, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഭരണസമിതി. 2, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച സണ്ണി അഴിമതി കാണിച്ചു എന്ന് കണ്ട് പാർട്ടി പുറത്താക്കുകയും അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരികയും CPM നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ അഡ്മിനിസ്ട്രേറ്ററായി ഡോക്ടർ സണ്ണിയെ വെക്കുകയും ചെയ്ത ഭരണസമിതി. ആ ഭരണസമിതിയുടെ സമയത്താണ് NM വിജയന്റെ മകന്റെ ടെമ്പററി ജോലി പോവുകയും ലെറ്റർ പാഡിൽ ഇയാൾക്ക് നിയമനം കൊടുക്കണമെന്ന് എഴുതി കൊടുത്തതും ഈ CPM-ന്റെ ഭരണസമിതിക്കായിരിക്കും അല്ലേ വസന്ത്? അല്ല, കേക്കൂ അല്ല, ഇതും കൂടെ കേൾക്കണേ. അപ്പോ ആ CPM ഭരണസമിതിയാണ് NM വിജയന്റെ മകനെ ടെമ്പററി വേക്കൻസിയിൽ നിന്ന് പെർമനന്റ് വേക്കൻസിയിലേക്ക് എടുക്കാതിരുന്നത്. 1. 2, ഇനി ലെറ്റർ കൊടുത്ത കാര്യമാണല്ലോ ചോദിക്കുന്നത്. ആ ലെറ്റർ കൊടുത്തത് CPM-കാർക്കല്ലല്ലോ, കോൺഗ്രസിന്റെ MLA, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ മകൾക്ക് ഒരു ലെറ്റർ കൊടുത്ത എന്താ കുറ്റം, എന്താ കുഴപ്പം? ഇനിയും കൊടുക്കും. കോൺഗ്രസിന്റെ ഏത് സഹപ്രവർത്തകർ വന്ന് ആരോട്, കോൺഗ്രസ് നേതാക്കളിൽ ആരോട് എന്ത് ശുപാർശ കൊടുക്കും? എന്താ പ്രശ്നം? അല്ലാതെ സാധാരണ നിലയിൽ ഈ പറയുന്ന പോലെ സഹകരണ ബാങ്ക് നിയമനത്തിനൊക്കെ ഏത് പാർട്ടിയായാലും അവരുടെ പ്രവർത്തകർക്കോ ആ പ്രവർത്തകരുടെ കുടുംബത്തിനോ ഒക്കെ നിയമനം നൽകാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പണം വാങ്ങിയുള്ള നിയമനം അത്ര കണ്ട് സാധാരണമല്ല. ഒരു MLA അത് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നവുമുണ്ട്. പറയാം, ഉണ്ടെന്നേ. അപ്പൊ ലെറ്റർ ഇനിയും കൊടുക്കും, അതിൽ പ്രശ്നമൊന്നും വേണ്ട. ആ ലെറ്റർ കൊടുത്തതിന്റെ അകത്ത് ഒരു കാര്യം, ആ കുട്ടി SC/ST റാങ്കിൽ 1-ാമതും ജനറൽ റാങ്കിൽ 9-ാമതും എത്തിയിട്ടും നിങ്ങളുടെ ഭരണസമിതി നിയമിക്കാതെ വരികയും സംസ്ഥാന സഹകരണ വകുപ്പ് തന്നെ ലെറ്റർ കൊടുത്തു. അപ്പൊ സംസ്ഥാന സഹകരണ വകുപ്പിനെ നിങ്ങൾ കുറ്റം ചാർത്തുമോ? അതിനുശേഷം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. നിങ്ങൾ അതിനകത്ത് എന്താണ് നിങ്ങളുടെ നിലപാട്? അങ്ങ് പറഞ്ഞ അഴിമതിക്കാരും വസന്ത്, ആ നിയമനവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ കത്ത് കൊടുക്കുന്നതും തന്റെ മകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് വലിയ മനോവേദന ഉണ്ടാക്കിയെന്ന് NM വിജയൻ പറയുന്നതും കോൺഗ്രസ് ഭരണസമിതിയെ കുറിച്ചാണ്. CPM-ന്റെ ഭരണസമിതി മകനെ പിരിച്ചുവിട്ടതിൽ NM വിജയന് വലിയ ഹൃദയവേദന ഉണ്ടാകേണ്ടതുണ്ടോ വസന്ത്? NM വിജയന്റെ കത്ത് ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കത്തിൽ ചില കോൺട്രാഡിക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, അതിന്റെ അകത്ത് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആദ്യം തൊട്ട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ NM വിജയൻ ഇത് എഴുതിയെന്ന് പറയുന്ന NM വിജയനാണോ നിങ്ങൾ സംശയിക്കുന്നത്? ഈ കത്ത് അതുവരെ കയ്യിലുണ്ടായിരുന്ന 10 ദിവസം മക്കളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, അവർ തിരുത്തിയെന്ന് സംശയിക്കാമല്ലോ. അപ്പോൾ ആരെയാണ് സംശയിക്കുന്നത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ഇന്നയാളെ എയിം ചെയ്ത് സംശയിക്കേണ്ട ആവശ്യമില്ല. ഈ കത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയം ധ്രുവീകരിക്കേണ്ടത് പോലീസാണ്. ഞങ്ങൾക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. അപ്പൊ ഫോറൻസിക് അന്വേഷണത്തിന് പോകണം. ആ കത്തിന്റെ നിജസ്ഥിതി എന്ത് ചെയ്യണം? തെളിവാക്കപ്പെടണം, വെളിവാക്കപ്പെടണം. അതിനുശേഷം ആ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ കത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കെ സുധാകരൻ. ഇപ്പോൾ വസന്ത് പറയുന്നല്ലോ, ആ പ്രശ്നത്തെ കുറിച്ച് പഠിക്കണമെന്ന്, അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കെ സുധാകരൻ. എന്താണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത്? ഈ പറയുന്നത് പോലെ അവിടെ പ്രശ്നമുണ്ട് എന്നും വിജയൻ പറയുന്നതൊക്കെ പ്രശ്നമുണ്ട് എന്നും ആ കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും IC ബാലകൃഷ്ണന് നമ്മളെല്ലാവരും തൂങ്ങുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നും. അപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെന്നേ, അങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് എന്ന് ഞങ്ങൾ തുടക്കം തൊട്ടേ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം അതിന്റെ അകത്ത്? KPC പ്രസിഡന്റിനും COP2 പ്രതിപക്ഷ നേതാവിനും ഒക്കെ അങ്ങനെ ഒരു കത്തുണ്ട്. എന്തിനാണ് വസന്ത് അങ്ങനെ ഈ ഒരു സമിതിയെ വെക്കുന്നത്, അന്വേഷണം നടത്തുന്നത്, നടപടി എടുക്കുന്നത്, KPCC അധ്യക്ഷൻ അഡ്മിറ്റ് ചെയ്യുന്നതൊക്കെ? അതൊക്കെ മരണത്തിന് ശേഷമാണല്ലോ. ഞങ്ങളുടെ അല്ല, അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആ കത്ത് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതിന് മുമ്പ് ഒരു കത്തൊന്നുമില്ല. അതിനുശേഷമാണ് ആ കത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം ആ കത്തുമായി വരുന്നത്. വസന്ത് നോക്കൂ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് കത്ത് കിട്ടിയതെന്ന് വസന്ത് പറയുന്നു. ആ കത്തിനെ കുറിച്ചുള്ള പ്രതികരണമാണ് കെ സുധാകരൻ നടത്തിയതെന്നാണല്ലോ വസന്തിന്റെ പക്ഷം. പക്ഷേ ആദ്യത്തെ പ്രതികരണത്തിൽ കെ സുധാകരൻ പറയുന്നത് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ദിവസത്തെ പ്രതികരണത്തിലാണ് ഇതിന് മുൻപൊരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും ഈ കത്തിലെ വിവരങ്ങൾ ഇത് പുറത്തു വന്നാൽ നമ്മൾ എല്ലാവരും തൂങ്ങുമെന്ന് IC ബാലകൃഷ്ണന് മുന്നറിയിപ്പ് നൽകിയെന്നും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വസന്ത് പറയുന്ന വാദം കെ സുധാകരൻ പറഞ്ഞതിനോട് യോജിക്കുന്നതല്ല. അല്ല, ഞാൻ ആ ബൈറ്റ് കണ്ടിട്ടില്ല. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് തുടക്കം തൊട്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട്, അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു കത്ത് ഞങ്ങളുടെ നേതൃത്വത്തെ അവരുടെ കുടുംബം സമീപിച്ചിട്ടുണ്ട്. ആ കത്തുമായി അവർ വരുമ്പോൾ അവർ സ്വാഭാവികമായും ഞങ്ങളോട് പറഞ്ഞത് 10 ദിവസം പാർട്ടിക്ക് കൊടുക്കണം എന്നാണ് വിജയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സീനിയർ ലീഡർഷിപ്പുമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്, ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ 2ാമത്തെ ദിവസം ആ കത്ത് പുറത്തു വരികയാണ്. ആ കത്ത് പുറത്തു വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിനു മുമ്പേ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുമെന്ന് പാർട്ടി പറഞ്ഞിരുന്നു. പോലീസിന്റെ വഴിക്ക് അന്വേഷിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പാർട്ടിയുടെ വഴിക്ക് പോകും. ആ രീതിയിൽ അന്വേഷണം ഉണ്ടാവും, നടപടി ഉണ്ടാവും. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പാർട്ടി സംരക്ഷിക്കില്ല എന്ന് കൃത്യമായി PCCയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ തന്നെ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഒരു കാര്യം കൂടി
ശ്രീ ലാൽകുമാർ, എന്റെ പ്രിയ സ്നേഹിതൻ ലാൽകുമാർ പറഞ്ഞു ആന്റിസിപ്പേറ്ററി മൂവി. ആന്റിസിപ്പേറ്ററി കിട്ടിയില്ലേ? 5 ദിവസത്തേക്ക് തിടുക്കത്തിൽ നടപടി പാടില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, എന്തുകൊണ്ടാണ് 6 ദിവസത്തോളം പ്രതി ചേർക്കാൻ നിങ്ങളുടെ പോലീസിന് നിയമസഹായം തേടേണ്ടി വന്നത്? അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത്രമാത്രം നിങ്ങൾ ഈ പറയുന്ന വലിയ പരാമർശവും തെളിവുകളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആന്റിസിപ്പേറ്ററി കോടതി കൊടുക്കുന്നത്? അത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അഭിഭാഷകൻ കൂടിയാണ് കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടാണോ ആന്റിസിപ്പേറ്ററി കൊടുത്തത്? തീർച്ചയായും 9 ദിവസമായി പരിഗണിക്കപ്പെട്ട കേസ്. അതിന്റെ അത് സ്വാഭാവികമായും ചെറിയൊരു കമന്റ്, കേസിന്റെ മെറിറ്റിലേക്ക് ഈ ആന്റിസിപ്പേറ്ററി ബെയിലുമായി പോകുന്ന ഘട്ടത്തിൽ കോടതി കടന്നിട്ടുണ്ടോ കേസിന്റെ മെറിറ്റിലേക്ക്? നോക്കൂ, ഒന്നാമത്തെ കാര്യം, ആന്റിസിപ്പേറ്ററി കൊടുക്കുമ്പം ഈ പ്രൈമ ഫേസി കുറെ കാര്യങ്ങൾ നോക്കും. അല്ല, കേസിന്റെ മെറിറ്റ് എവിഡൻസ് എടുക്കാതെ എങ്ങനെ കേസിന്റെ മെറിറ്റ് വരിക? എവിഡൻസ് എടുക്കാതെ എങ്ങനെ വരിക? അപ്പൊ അദ്ദേഹം ആന്റിസിപ്പേറ്ററി മൂവ് ചെയ്യും. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഇതിനകത്ത് ആന്റിസിപ്പേറ്ററി കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. നോക്കൂ, നമ്മൾ IC ബാലകൃഷ്ണൻ ഒരാളെ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന ഒരു കേസ് അല്ലല്ലോ ഇവിടെ. IC ബാലകൃഷ്ണന്റെ പ്രവൃത്തി കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി കാരണം ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതിനകത്ത് അബറ്റ്മെന്റേ നിൽക്കുന്നുള്ളൂ. അദ്ദേഹം ഡയറക്ട്ലി ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. അത് ഇന്റൻഷനലി ചെയ്താണോ അല്ലയോ എന്നുള്ളതൊക്കെ എവിഡൻസ് വരേണ്ടതാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ ജാമ്യമൊക്കെ കൊടുക്കും. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ. അതിന് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനം, അതല്ലല്ലോ പ്രശ്നം. അതിനകത്തെ പ്രശ്നം അതിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റി ആണല്ലോ പ്രശ്നം. ആ കേസ് ഒരു ചെറിയ കേസാണെങ്കിലും അതിന്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ്, അതിന്റെ പൊളിറ്റിക്കൽ ആംഗിള് കേരള സമൂഹത്തിനോട് ഈ പറയുന്നത് കാരണം കൊണ്ട് കോൺഗ്രസിന്റെ തന്നെ ആൾ ആത്മഹത്യ ചെയ്യാണ്ട് വന്ന സ്ഥിതി, അതാണല്ലോ പ്രശ്നം. അല്ലാതെ ആ കേസിന്റെ ഗ്രാവിറ്റിയും അതിന്റെ പണിഷ്മെന്റിന്റെ ഇതും അല്ലല്ലോ. ഓക്കെ എൻ പ്രകാശൻ മാസ്റ്റർ, നോക്കൂ, ആ കത്താണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വന്ന വിവരമെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളൊക്കെ ആ കത്തിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും കഴിയില്ല. കാരണം കത്തിനെ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ നടന്ന വലിയ അഴിമതി കഥകളെ കൂടി കോൺഗ്രസ് നേതൃത്വം അവർ അത് മനസ്സിലാക്കിയിരുന്നുവെന്ന് കെ സുധാകരൻ അത് പറയുന്നുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എങ്കിൽ പോലും അത് ആ നിലയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കത്തിനെ തള്ളിക്കളഞ്ഞേ പറ്റൂ. പക്ഷേ കത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ കത്ത് എഴുതിയ ആളെ സംശയിക്കണം, ഇല്ലെങ്കിൽ ആ കത്ത് 10 ദിവസം കൈവശം ഉണ്ടായിരുന്നവരെ സംശയിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനി ആ കുടുംബത്തെ NM വിജയനെ തള്ളി പറയാൻ കഴിയില്ല. കുടുംബത്തെ തള്ളി പറഞ്ഞാൽ വീണ്ടും കുടുംബം പഴയതിനേക്കാൾ ശക്തിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വഴിയും. ഇതിനൊന്നും കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും കത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ആ വാദത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാകണ്ടേ? അപ്പോൾ എന്താണ് അതിന്റെ ബലം? ശ്രീ എം പ്രകാശ് മാസ്റ്റർ. ഇവിടെ വസന്ത് സിറിയക്ക് ഈ വിഷയത്തിനകത്ത് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന കാണുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിനകത്ത് എത്തിച്ചേർന്നിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് വേണ്ടിയിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ KPCC അധ്യക്ഷൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞങ്ങനെ പോകാൻ വേണ്ടി കഴിയുമോ? KPCCക്ക് വേണ്ടിയല്ല അദ്ദേഹം പറയുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണനോട് നമ്മളെല്ലാവരും തൂങ്ങും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറെ ആരുമില്ല, KPCC അധ്യക്ഷനാണ്. പിന്നെ ഇവിടെ MLA ഇനിയും കത്ത് കൊടുക്കും എന്നെല്ലാമുള്ള കാര്യം കോൺഗ്രസ് പാർട്ടിക്കകത്ത് പറഞ്ഞാൽ മതി. ഇവിടെ MLA എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല. ഞാനും MLA ആളാണ്. MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണ്? വരുന്ന വിഷയങ്ങളിൽ പ്രീതിയോ പക്ഷപാതമോ കൂടാതെ ന്യായത്തിനും നീതിക്കും വേണ്ടി മാത്രമേ നിൽക്കൂ എന്ന് സത്യപ്രതിജ്ഞിട്ടാണ് ഒരാൾ MLA ആവുന്നത്. ആ MLA എന്താ കത്തിനകത്ത് പറയുന്നത്? എൻ്റെ പാർട്ടിയുടെ ഇന്ന നേതാവായിട്ടുള്ള ആളുടെ മകൾക്ക് ഈ നിയമനം കൊടുക്കണം എന്ന് പറയാൻ ഏത് MLAക്ക് അധികാരം? ഏത് നിയമമനുസരിച്ച് അധികാരം ഇനിയും കൊടുക്കുന്നു പറയാൻ? ഇനിയും കൊടുക്കുന്നു പറഞ്ഞാൽ അത് ധിക്കാരാണ്, മറ്റത് ന്യായമായിട്ടൊരു കാര്യമല്ല. പിന്നെ ഈ വിഷയത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് വിജയം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ പറയല്ലേ, CPMന്റെ ആൾക്കാണ് കത്ത് കൊടുത്തത്. നാണുണ്ടോ പറയാൻ വേണ്ടിയിട്ട് വസന്തിന്? അദ്ദേഹം പറയുന്ന കത്തിനകത്ത് പറഞ്ഞതെന്താ? 7 വർഷക്കാലമായിട്ട് ഇവിടെ ജോലിയെടുക്കുന്ന എൻ്റെ മകനെ മാറ്റിയിട്ട് മറ്റൊരാൾ നിയമിക്കാൻ വേണ്ടിയിട്ട് കത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ DCC അധ്യക്ഷനാണ്. ഞാൻ ആ സമയത്ത് DCCയുടെ ട്രഷററാണ്. ഞാൻ അറിയില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് വിജയൻ അദ്ദേഹം കത്തിലല്ലേ? നാണുമില്ലാതെ പറയാണ് CPMന്റെ ആളുകൾക്ക് കത്ത് കൊടുത്തു. CPMന്റെ ആളുകൾക്ക് നല്ല കളവ് പറയും. 15 ദിവസം, ഇപ്പോൾ ഈ മരണം നടന്നിട്ട് 16 ദിവസമായല്ലോ. 15 ദിവസം അത്ര പേര് ന്യായം കോൺഗ്രസ് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അത്ര ന്യായം പറയുന്ന ന്യായം എന്താ? അപ്പോൾ ഇവിടെ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും പറയണമല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, നീതിബോധമുള്ള ഒരൊറ്റ മനുഷ്യന്റെ മുമ്പിലും നിങ്ങൾക്ക് ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടെ മനോവൈകല്യമുള്ള ഒരു മകനാണ്. മനോവൈകല്യമുള്ള മകനെയും കൂട്ടിയിട്ട് ഒരച്ഛന് ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്ന ഒരു നില മനുഷ്യത്വത്തെ വെച്ചുകൊണ്ട് ആലോചിക്കാനാവട്ടെ. 1/2 നൂറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടിയിട്ട് പാടുപെട്ടിട്ടുള്ള അദ്ദേഹം വഹിക്കാത്ത സ്ഥാനങ്ങളില്ല.
അദ്ദേഹം ആ കത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഞാൻ 70 മുതൽ 10 വർഷക്കാലം സുൽത്താൻ ബത്തേരിയുടെ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് മണ്ഡലത്തിന്റെ. പഠിക്കുന്ന സമയം മുതൽ സജീവ കേസ് പ്രവർത്തകനാണ്. മുല്ലപ്പള്ളിയുടെയും സുജനപാലിന്റെയും കൂടെ കണ്ട് കോൺഗ്രസ് നിലനിർത്തിയ ആൾ കൂടിയാണ്. അങ്ങനെ ഒരു കടപ്പാട് കൂടി അദ്ദേഹത്തോട് പാർട്ടിക്ക് വ്യക്തിപരമായി ഉണ്ടാകണം. അതെ, കെ കെ രാമേന്ദ്രൻ മാഷ് കരുണാകരനോട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ട് എന്നെ നിയമിക്കാതെയാണ് എന്നെ ഈ പറയുന്ന മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കിയത് എന്ന കത്തിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നു 2015 മുതൽ ഇന്നുവരെ മരിക്കുന്ന സമയം വരെ DCC ട്രഷററാണ് അദ്ദേഹം. അദ്ദേഹം പഞ്ചായത്ത് ഭാരവാഹിയായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇന്നത്തെ KPCC അധ്യക്ഷൻ എൻ്റെ വീട്ടിലാണ് മന്ത്രിയായ സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ച് താമസിച്ചത് എന്നെല്ലാമുള്ള വൈകാരികമായ കാര്യം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യം ഇത്രയും കാലം പറഞ്ഞില്ല എന്ന കത്തിനകത്ത് പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? എന്നെക്കാൾ എത്രയോ വലുതാണ് എൻ്റെ പാർട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. IC ബാലകൃഷ്ണനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, 7 ലക്ഷം രൂപ വാങ്ങിയത് ആർക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നു, ആ പണം വാങ്ങിയത് വേറെ ആരുമല്ല, MLA ആണ്, IC ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗൗരവമായ നിലക്ക് ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിൻ്റെ ഈ 2 ലക്ഷം രൂപ പണമായിട്ടും 5 ലക്ഷം രൂപയുടെ ചെക്കും കൊടുത്തിരിക്കുന്നത് ഞാനാണ്. അതിനെങ്കിലും പറയണ്ടേ IC ബാലകൃഷ്ണൻ മറുപടി? അദ്ദേഹം നേരിട്ട് വാങ്ങിയെന്ന് കത്തിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് നാണമില്ലാതെ അയാളെ ന്യായീകരിക്കാൻ, എന്നിട്ട് അദ്ദേഹമാണ് അന്വേഷിക്കാൻ വേണ്ടി എന്തന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു? IC ബാലകൃഷ്ണൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആത്മഹത്യ അന്വേഷിക്കുമല്ലോ കേരളത്തിലെ പോലീസ്. ഒരു അന്വേഷിക്കാൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അന്വേഷണം. ധാർമ്മികതയുടെ തരിമ്പെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത്രമാത്രം വ്യക്തമായ ഒരു കേസിനകത്ത് നടപടിയെടുത്തുകൊണ്ട് വേണം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ്. ഇവിടെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വർത്തമാനം, ഒരു പ്രസംഗത്തിലുള്ളൊരു വാചകം കൊണ്ട് ആണ് ഇവിടെ ADM ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് എന്തൊരു കോലാഹലമായിരുന്നു. എത്ര പ്രസ്താവനകളാണ് കോൺഗ്രസിന് ഏതൊക്കെ നേതാക്കന്മാർ പ്രസ്താവിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? എത്ര ദിവസക്കാലത്തുള്ള ചർച്ചയാണ്. ഇപ്പോൾ അതൊന്നും ബാധകമല്ല. ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ പരിശോധന വരണം, പോലീസിൻ്റെ കേസ് വരണം, ഞങ്ങൾക്ക് വിശ്വാസം വരണം, ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തൊരു തീരുമാനം ഉണ്ടാക്കണം. നാണമില്ലേ വസന്തിന് കാര്യം പറയാൻ? നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പാർട്ടിയല്ലേ CPM കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ലേ? അതിൽ ഒരു ശതമാനമെങ്കിലും നടപ്പാക്കിയിട്ട് വേണ്ടേ ജനങ്ങളോട് ഇക്കാര്യം പറയാൻ? നിങ്ങൾ പാർട്ടിയാണ് എന്ന് വെച്ചിട്ട് എന്തും ജനങ്ങൾ സ്വീകരിച്ചു കളയും എന്ന് വിചാരിച്ചേക്കരുത്. കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ ഇതിൽ അമർഷമുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ചർച്ചയുണ്ട്. എന്തേ ഒരു നേതാവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മറ്റ് കോൺഗ്രസിൻ്റെ പേര് ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ എത്ര നേതാക്കന്മാരുടെ പ്രസ്താവന വരും? എന്തേ വരാത്തത്? KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് അല്ലാതെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്താ പറയാതിരിക്കുന്നത്? ധാർമ്മികമായിട്ട് തന്നെ ന്യായീകരിക്കാനാവില്ലെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് അവരാരും പറയില്ല. എന്നാൽ അത് നിർലജ്ജം ന്യായീകരിക്കുന്ന ഒരു നിലപാട് നേതൃത്വം നിലക്ക് സ്വീകരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാരെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവസാനം ഉണ്ടാകുന്ന ഫലം ഇതായിരിക്കുമെന്ന് ഓരോ കോൺഗ്രസ്സുകാർക്കും ആലോചിക്കേണ്ടി വരുന്നു എന്നുള്ളത് നാളെ പാർട്ടിക്കകത്തെങ്കിലും മറുപടി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാധ്യസ്ഥമാകുമെന്ന് വസന്ത് ഓർമ്മിക്കുന്ന നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏത് കാര്യത്തിനും ഒരു ധാർമ്മികത വേണം. പൊളിറ്റിക്കലായിട്ട് ന്യായീകരിക്കുമ്പോൾ ധാർമ്മികതയെ കൂടി പരിഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കേസ് കോട്ട് ചെയ്യുന്നത് ഈ സമീപകാലത്ത് ഈ നിലയിൽ ഒരു രാഷ്ട്രീയ ചർച്ച വന്നപ്പോൾ അതിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ ഉദ്ധരിക്കാനാണ്. നോക്കൂ, എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ടല്ലോ, അത് കുറ്റാരോപിതർ CPIM ആകുമ്പോൾ മാത്രം മതിയോ വസന്ത്? ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള താരതമ്യത്തിനും ഈ കേസിന് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞങ്ങൾ ആരും കുടുംബത്തെ എതിർത്തുകൊണ്ട് ഈ NM വിജയന്റെ പോസ്റ്റ്മോർട്ടം നിർബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടത്തിയിട്ടില്ല. കുടുംബത്തിന്റെ ആരെങ്കിലും ഒരാൾ എത്തിച്ചേരാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുകയും അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും പാർട്ടിയുടെ DCC ഘടകം ഒരു സൈഡിൽ ഒരു നിലപാടും മറ്റൊരു സൈഡിൽ മറ്റൊരു നിലപാടും എടുക്കുകയും അതിൽ കുടുംബത്തോടൊപ്പം നിന്ന DCA അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ DCCയെ സംസ്ഥാന നേതൃത്വം വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. പത്തനംതിട്ട DC എന്തിനാണ് PP ദിവ്യയുടെ കേസുമായി നോക്കൂ, ഇവിടെ NM വിജയന്റെ മരണം നടക്കുമ്പോൾ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട് എന്ന് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് അവിടുത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വമാണ്, കോൺഗ്രസ് നേതാക്കളാണ്. അങ്ങനെയാണ് പിന്നീട് ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് മാധ്യമങ്ങൾ കടക്കുന്നത്. ഒന്ന്. രണ്ട്, വസന്ത് പറയുന്നു കുടുംബത്തോടൊപ്പം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന്. ആ കുടുംബം തന്ന കത്തിലും NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലും വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം
സംഘം അവിടെ പോകുകയും നിങ്ങളുടെ എല്ലാ ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നത്. ആ കുടുംബം അത് പറയുന്നുണ്ട്, കോൺഗ്രസിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. പക്ഷേ അതേ പാർട്ടിയുടെ മറ്റൊരു പ്രമുഖനായ നേതാവ് MLA വാർത്താ സമ്മേളനം വിളിച്ചു പറയുകയാണ്, ആ കത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്ന്. അപ്പോൾ സംശയമുള്ള കത്തിന്റെ പേരിൽ എന്തിനാണ് വസന്ത നിങ്ങൾ ആ ബാധ്യത ഏറ്റെടുക്കാമെന്ന് ആ കുടുംബത്തിന് ഉറപ്പ് നൽകിയത്? അതൊക്കെ നിങ്ങളുടെ ഭാഷ്യമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നത് എന്താണ്, NM വിജയേട്ടന്റെ ലെറ്റർ കിട്ടിയതിനു ശേഷമാണ് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചത്. തെറ്റാണ്. NM വിജയന്റെ മരണത്തിന്റെ വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൈരളിയിലടക്കം ചർച്ച ചെയ്യുന്ന അന്ന് എന്റെ പ്രിയ സ്നേഹിതൻ ലാൽകുമാർ ചർച്ചയിലുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് വൈകിട്ട് തന്നെ പറഞ്ഞു KPCC അന്വേഷിക്കും. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോകണം, പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ആ പാർട്ടി അന്വേഷണ കമ്മീഷൻ ആരൊക്കെയാണ് എന്ന് തീരുമാനിച്ചത് ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ലെറ്റർ വന്നതിന് ശേഷമാണ്. അതൊരു അപ് ടു ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദ പാർട്ടി ഇന്റേണൽ സിസ്റ്റം. അതിനനുസരിച്ചാണല്ലോ ഒരാളെ അന്വേഷണ കമ്മീഷനായി വെക്കാൻ പറ്റുക. അങ്ങനെ വെച്ചു. ഇനി നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ പോയി ബാധ്യത മുഴുവൻ ഏറ്റെടുത്തേക്കാം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഷ്യമാണ്. ആരാ പറയുന്നത് അങ്ങനെ? കുടുംബമാണ് പറഞ്ഞത് എല്ലാം ഏറ്റെടുത്തോളാമെന്ന് ഉറപ്പ് നൽകി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അച്ഛൻ വിശ്വസിച്ച പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. ഇനി ആ കുടുംബത്തിനൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക എന്നത് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ 50 വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത, ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ച NM വിജയന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ബാധ്യത ആരുടേതാണ് വസന്ത്? ആ കുടുംബത്തിന്റെ ബാധ്യത എന്നുള്ളതാണോ? അതായത് NM വിജയന്റെ വ്യക്തിപരമായ ബാധ്യത എന്നാണോ കാണുന്നത്? ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കുകയാണോ? ആ ബാധ്യത അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലെറ്ററിന്റെ നിജസ്ഥിതി പുറത്തു വരണം. ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ കേൾപ്പിച്ച ഓഡിയോ ബൈറ്റ് അടക്കം എല്ലാവരും പറയുന്നത് IC ബാലകൃഷ്ണന് വേണ്ടി പണം വാങ്ങിയെന്നാണ്. അവിടെയാണ് ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി വേണ്ടതെന്ന് ചോദിക്കുന്നത്. ഞാൻ അസത്തോട് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ആരെങ്കിലും അഴിമതി പണം എഗ്രിമെന്റ് എഴുതി മേടിക്കുമോ? എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അഴിമതി പണം മേടിക്കുമോ? ഉണ്ടാവില്ലോ. വസന്ത് ആരെങ്കിലും ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് അല്ല, അങ്ങ് പറയുന്ന പ്രകാരം IC ബാലകൃഷ്ണൻ നിർദ്ദേശപ്രകാരമാണല്ലോ NM വിജയൻ ഒപ്പിടുന്നത്. അങ്ങനെ ആണെങ്കിൽ ആരെങ്കിലും അത് ചെയ്യുമോ? രണ്ടാമത്, ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ താൽക്കാലിക നിയമനത്തിന് 25 ലക്ഷം രൂപ ആ ജോലി എടുത്ത ആയുഷ്കാലം മുഴുവൻ ജോലി എടുത്ത 25 ലക്ഷം രൂപ തിരിച്ചു കിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ 1 കിലോ കപ്പ വാങ്ങുന്നെങ്കിൽ അതിന് 50 രൂപ കൊടുക്കുന്നെങ്കിൽ അതിന്റെ മൂല്യം ആ കപ്പയ്ക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സംസാരിച്ച അനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പണം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വർത്തമാനങ്ങളെ, ആ വെളിപ്പെടുത്തലുകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വസന്ത തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് വസന്ത തന്നെ സമ്മതിക്കുന്നുണ്ട് പണം വാങ്ങിയതിന്റെ കണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പുറത്താക്കിയത്. അപ്പോൾ അവിടെ കോഴപ്പണം വാങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ ധാരണാപത്രത്തിൽ ഒരു ബാങ്കിന്റെ കാര്യമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന 3 ബാങ്കുകളിൽ ഒന്നിൽ ജോലി കൊടുക്കാമെന്നാണ് ആ ധാരണാപത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരിടം കേന്ദ്രീകരിച്ച് മാത്രം നടന്ന അഴിമതിയല്ല, ഇതൊരു തുടർച്ചയാണ്. ആ ധാരണാപത്രത്തിന്റെ പുറത്തല്ല ഞങ്ങൾ എന്ത് ചെയ്തത്, അന്വേഷണ കമ്മീഷനെ വെച്ച് പുറത്താക്കിയത്. ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചതിനകത്ത് അവിടെ ഗുരുതരമായ ക്രമക്കേടുണ്ട്. നിയമനത്തിൽ മാത്രമല്ല, അവിടെ ബാങ്കിന്റെ ഉള്ളിൽ ടൈൽസ് വിരിച്ചതിൽ അടക്കം അഴിമതി ഉണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അതിനകത്ത് ഡോക്ടർ സണ്ണി അടക്കമുള്ളവർ വിജിലൻസ് അന്വേഷണത്തെ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ പരാതിന്മേലാണ് കേട്ടോ, മനസ്സിലാക്കിക്കോ. കോപ്പറേറ്റീവ് വിജിലൻസ് അതിന്റെ അന്വേഷണം നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പരാതിന്മേലാണ്, അതാദ്യം മനസ്സിലാക്കണം. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, എവിടെയെങ്കിലും ആരെങ്കിലും 25 ലക്ഷം രൂപ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ സ്വീപ്പർ ജോലിക്ക് വേണ്ടി അഴിമതി പണം കൊടുക്കുമോ? അതിനുള്ള പണം തിരിച്ചു കിട്ടില്ലെന്നേ. ആയുഷ്കാലം അവിടെ പോയി ജോലി ചെയ്താലും ആ പണം താൽക്കാലിക നിയമനത്തിൽ നിന്ന് തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില കോൺട്രാഡിക്ഷൻസുകൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുണ്ട്. നിലവിൽ പുക മാത്രമാണുള്ളത്, തീയില്ല. പുകഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് വെട്ടം ആവശ്യമാണ്. ആ വെട്ടം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോലീസ് അന്വേഷണം വേണമെന്ന് പറയുന്നത്. നടക്കട്ടെ. എൻ ലാൽകുമാർ, ഇവിടെ കോൺഗ്രസിന്റെ അഴിമതി കഥകളൊക്കെയും അറിയാവുന്ന ആളായിരുന്നു NM വിജയൻ. അദ്ദേഹം മരിക്കുന്നു. കോൺഗ്രസ് സ്വാഭാവികമായി അതൊരു സൗകര്യം കോൺഗ്രസ് കരുതിയില്ലെങ്കിലും IC ബാലകൃഷ്ണനെ പോലെയുള്ള ഇതിന്റെ നിഴലിൽ നിൽക്കുന്ന ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാകണം. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആത്മഹത്യയെക്കുറിപ്പ് അവിടെ തിരഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന കഥ. ആ കഥ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമാണ്. അപ്പോൾ നോക്കൂ, NM വിജയൻ മരിക്കുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിവസങ്ങൾക്കകം. ആത്മഹത്യാക്കുറിപ്പ് എന്ന പേരിൽ ഒരു സാധനവും കണ്ടെത്തിയിട്ടുമില്ല. എത്ര സേഫ് പൊസിഷനിലാണ് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇതിന്റെ ആരോപണ നിഴലിൽ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അവർ ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഇങ്ങനെ അന്വേഷണം, പരാതി കൊടുക്കുമെന്ന് പറയുന്നത്, അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നത്, ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്. 10ാം നാൾ തിരുപ്പിറവി എന്ന് പറയുന്നത് പോലെ ആ നിലയിലാണ് നമ്മൾ. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ കത്തിന്. അങ്ങനെ ആ കത്ത് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നോക്കൂ, ആദ്യഘട്ടത്തിലെ എല്ലാ ആത്മവിശ്വാസങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസും IC ബാലകൃഷ്ണനും ഒക്കെയും എത്തുകയല്ലേ? അതെ, ഇതിന് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു പ്രശ്നം, നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങ് പറയുക, നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുക, വീരവാദം നടത്തുക, അത് കഴിഞ്ഞാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് വരുന്നത്.
അപ്പൊ ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നുള്ളതാണ്. ഇതാണ് സത്യസന്ധമായ കാര്യം. അതിനത് യു ഡോണ്ട് നീഡ് ടു കോംപ്ലിക്കേറ്റ് ഇറ്റ്. അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്ന 1-2 കാര്യങ്ങളുണ്ട്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വൈ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് വസന്തിൽ നിന്ന് നമുക്ക് വേണ്ടത്, അല്ലേ? വൈ? വാട്ട് ഹാവ് യു ഡൺ? നിങ്ങൾ എന്ത് ചെയ്തു? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. പിന്നെ എഴുത്തെഴുതിയത് കമ്മീഷനെ വെച്ചത്, ഈ കമ്മീഷനെ വെച്ചതൊക്കെ നമ്മൾ തന്നെ ചോദിക്കുന്നത് ഒരു ആൻസിലറി പോയിന്റ് ആണ്, ഡിബേറ്റിന്റെ കോർ പോയിന്റ് അല്ല. അത് നമ്മൾ നമ്മുടെ പോയിന്റ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോയിന്റുകളാണ് ഈ പറയുന്നതെല്ലാം. കമ്മീഷനെ വെച്ചില്ലേ, വി ഡി സതീശൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി വസന്ത് പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ചോദ്യം, അദ്ദേഹം എന്തിന് ആത്മഹത്യ ചെയ്തു? അദ്ദേഹം എന്തിന് ഇദ്ദേഹത്തിന്റെ പേരെഴുതി, ഈ പറയുന്ന ആൾക്കാരുടെ പേരെഴുതി? KPCCക്ക് കത്തെഴുതിയ ശേഷം KPCC എന്ത് ചെയ്തു? വി ഡി സതീശൻ എന്തിന് ഇങ്ങനൊരു നിലപാടെടുത്തു? ഇത്രയും ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ആന്റിസിപ്പേറ്ററി വേണ്ട, ഈ പറയുന്ന ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം വേണ്ട, ജോലി കൊടുക്കുന്ന വാഗ്ദാനത്തിന് ഇത്രയും രൂപയ്ക്ക് കൊടുക്കുമോ എന്നുള്ള ചോദ്യം, അതൊക്കെ നിങ്ങളങ്ങ് മറക്കൂ. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം നമുക്കൊന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇത് എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അതിന് കോൺഗ്രസിന്റെ റോൾ എന്ത്, വാട്ട് ഹാവ് യു ഡൺ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട്? ഇപ്പം വി ഡി സതീശന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ തള്ളി പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. അപ്പൊ അങ്ങനൊക്കെ നിൽക്കുമ്പോൾ എന്താണെന്ന് മറുപടി പറഞ്ഞാൽ മതി. ഇത് ജനങ്ങൾക്ക് കേട്ടാൽ മതി. അപ്പൊ നമ്മൾ ഈ ലോകത്തില്ലാത്ത കഥയെല്ലാം പറയും, ഈ പെരിഫറിയിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ യഥാർത്ഥ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചോദ്യത്തിലേക്കേ വരില്ല, എന്നാലല്ലേ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നുള്ളൂ. കേരള സമൂഹത്തിന് അറിയേണ്ട വിഷയം ഇതാണ്. വളരെ സിമ്പിളാണ്. അതുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണനെതിരെ നിങ്ങളുടെ നയം എന്ത്? IC ബാലകൃഷ്ണന്റെ പേര് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. നിങ്ങൾ വീട്ടുകാരെ കൺവിൻസ് ചെയ്തു, ചെയ്യാതിരിക്കുവോ? ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. മൈ പോയിന്റ് ഈസ് വാട്ട് ഹാവ് യു ഡൺ എഗെയിൻസ്റ്റ് ദിസ് പേഴ്സൺ? നിങ്ങൾ CPMന്റെ കാര്യം പറഞ്ഞു, PP ദിവ്യയുടെ കാര്യം പറഞ്ഞു. PP ദിവ്യക്കെതിരെ CPM എന്ത് നടപടി എടുത്തു? അവരെ പുറത്തു നിർത്തി. അങ്ങനത്തെ നടപടി നിങ്ങൾ IC ബാലകൃഷ്ണനെതിരെ എടുക്കുമോ? അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയോ? അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിന്നോ? ഇതൊക്കെ ഇതിനൊരു മറുപടി കിട്ടിയാൽ മതി. ഇല്ല, പറ്റില്ല എന്നൊക്കെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾ പറഞ്ഞാൽ മതി. അപ്പൊ ബാക്കിയാണ് ഡിബേറ്റ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ ചുമ്മാ വേറെ കാട് കയറി കുറെ കാര്യങ്ങൾ പറയുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ വസന്ത് കൈ ഉയർത്തുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, അതുകൊണ്ട് ഞാൻ വസന്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ മറുപടി ഉണ്ടാകും. വസന്ത് പറഞ്ഞോളൂ. അനിൽകുമാർ, ഞാനും അദ്ദേഹം അഭിഭാഷകരാണ്. നോക്കൂ, ഒരു കേസിൽ നമ്മൾ നിലപാട് എടുക്കുന്നത് കോടതി അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ നിലപാടെടുക്കുന്നത് എന്താണ്? ആദ്യം ആ കേസ് വരുമ്പോൾ പ്രൈമാ ഫേസി എവിഡൻസ് നോക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസിൽ പാർട്ടിയെ സംബന്ധിച്ച് പ്രൈമാ ഫേസി എവിഡൻസ് പ്രകാരം IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് അപ്പച്ചനും അടക്കമുള്ളവർക്കെതിരെ യാതൊന്നും നിലനിൽക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇനി അതിന്മേൽ ഏതാണ് ഇൻഡെപ്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരും. അപ്പോഴാണല്ലോ കോടതി പോലീസിനോട് നിർദ്ദേശിക്കുക. അങ്ങനെയാണ് ഞങ്ങളുടെ എന്ത് ചെയ്യുന്നത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കമ്മീഷനെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്. അവർ പോയി അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, അവർ മടങ്ങി വന്നിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് ഇനി KPCCയുടെ മുമ്പാകെ എത്തേണ്ടതായിട്ടുണ്ട്. IC ബാലകൃഷ്ണനെതിരെ ഒരു കുറ്റവും നിലനിൽക്കുന്നില്ലെങ്കിൽ, NM വിജയൻ ഈ നിലയിൽ വലിയ സാമ്പത്തിക ബാധ്യത കോൺഗ്രസിന് വേണ്ടി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇങ്ങനെ ഒരു കമ്മീഷനെ വെക്കുകയും അവിടെ പോയി മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ചിലപ്പോൾ വ്യക്തിപരമായ പ്രശ്നമായിരിക്കാം. അതിനെ അങ്ങനെ അങ്ങ് വിടാമായിരുന്നില്ലേ? ഇല്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനെതിരെ ആദ്യം തന്നെ ആ വിമർശനം ഉയർന്നു വരികയാണ്. അത് അന്നത്തെ ദിവസം തന്നെ CPMന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, എനിക്ക് റഫീഖ് ആണെന്ന് തോന്നുന്നു, റഫീഖ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പാകെ വരികയാണ്. ഇത് കോൺഗ്രസ് പ്രബലമായ ആരോപണവും അതിന് പിന്നാലെ കൂടുതൽ ആളുകളുടെ വെളിപ്പെടുത്തലും ഉണ്ട്. വസന്ത്, ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടേണ്ടത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം വരുന്നു. ആ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായി അന്വേഷിക്കണ്ടേ? ഞങ്ങൾക്ക് മറ്റേ ബാലൻ കമ്മീഷനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് തീവ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് AKG സെന്ററിന്റെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് പൂട്ടുവെക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ കമ്മീഷൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മീഷൻ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടും, കൈകളിലേക്ക് കിട്ടും. എന്താണ് എന്തിന് NM വിജയൻ മരിച്ചു എന്നുള്ളതാണോ അന്വേഷിക്കുന്നത്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ NM വിജയന്റെ രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഉണ്ട്. ഒന്ന്, ശ്രീ NM വിജയൻ എന്ന DCCയുടെ ട്രഷറർ കഴിഞ്ഞ 50 വർഷക്കാലമായി ഞങ്ങളുടെ
കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ എന്തുകൊണ്ട് മരിച്ചു, അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്തുകൊണ്ടുണ്ടായി എന്നതിനെ പറ്റി ഞങ്ങൾ അന്വേഷിക്കും. 2, ഞങ്ങളുടെ നേതൃത്വത്തിനെതിരെ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കും. അങ്ങനെ നിജസ്ഥിതി അന്വേഷിച്ച് പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറം നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്? ഇപ്പോൾ ഫോറൻസിക് പരിശോധന പോലീസാണല്ലോ നടത്തേണ്ടത്. അത് വരുന്നത് വരെ കാത്തിരിക്കാനാണെങ്കിൽ അന്വേഷണ കമ്മീഷനെ പാർട്ടി പ്രഖ്യാപിക്കേണ്ടായിരുന്നല്ലോ. അല്ല, അവരുടെ കുടുംബത്തെ കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആധികാരികതയിലല്ലേ നിങ്ങൾക്ക് സംശയമുള്ളത്? അല്ല, പിന്നെന്തിനാണ് നിങ്ങൾ ബാലൻ സഖാവിനെ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ഒരു സഹപ്രവർത്തക ആരോപണം ഉന്നയിച്ചപ്പോ ബാലൻ സഖാവിനെ ശ്രീമതി ടീച്ചറെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ബാലനും ശ്രീമതി ടീച്ചറും ഒക്കെ പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്തവരല്ലേ നിങ്ങൾ? ഈ പാർട്ടി കോടതി എന്ന പ്രയോഗം തന്നെ നടത്തിയവരല്ലേ നിങ്ങൾ? പണ്ട് ജോസഫ് എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. അവർ ഈ നിലയിൽ ഒരു പ്രതികരണം നടത്തിയപ്പോൾ വേട്ടയാടിയത് ഓർമ്മയുണ്ടോ? ലാൽകുമാർ പറയൂ. ഇടവേളയിലേക്ക് പോകണം. ലാൽകുമാർ, ഈ ബാലന്റെ വിഷയമാണ്, ശ്രീമതി ടീച്ചറിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ആ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ ലേഡി തന്നെ, അവർക്ക് പോലീസിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. ഇപ്പൊ ഞാൻ മോശമായി അസിതയുടെ അടുക്കൽ ഒരു മെസ്സേജ് അയക്കുന്നു, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ദ മാറ്റർ ടു ദ പോലീസ്, പിന്നെ വേറെ ആർക്കായതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് വേണ്ട റിലീഫ് പാർട്ടിയിൽ നിന്നായിരുന്നു. ഇത് ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പറയുന്ന കേക്കൂ. അല്ല, ഇവിടെ അങ്ങനെ അല്ല. കാര്യം അറിയോ? അല്ലല്ലല്ല, നിക്ക് പറയാം. നിക്ക് ഞാൻ പറഞ്ഞുതരാം. വസന്ത് ഇടപെടാതെ. ഒരാളുടെ മരണത്തെ നിങ്ങൾ എങ്ങനെ ക്രിമിനൽ ലോയിൽ എടുക്കുക? ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് എ സ്റ്റേറ്റ് അല്ലേ? അതല്ലേ നിങ്ങൾ ബാലപാഠം പഠിച്ചിരിക്കുന്ന ക്രിമിനൽ ലോയുടെ? ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് എ സ്റ്റേറ്റ്. മറ്റേത് അവർക്ക് വേവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ മോശമായി പറയുന്ന വ്യക്തി, ആ കേൾക്കുന്ന ആൾക്ക് ആ പറയുന്ന പ്രശ്നം വേവ് ചെയ്യാനുള്ള റൈറ്റ് ആ ലേഡിക്കുണ്ട്. അതേ സ്ഥാനത്ത് ഇത് നിങ്ങൾക്ക് വേവ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഉണ്ടോ? നിങ്ങൾ ഏത് ജൂറിസ്പ്രുഡൻസാ പറയുന്നത്? ഞാൻ മോശമായിട്ട് പെരുമാറിയ ഒരു ലേഡിക്ക് അവർക്ക് പറയാം, എനിക്കത് പ്രശ്നമല്ല, ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല, എനിക്കതൊരു കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര കേസ് എടുത്താലും അവർ ഓറൽ എവിഡൻസ് കൊടുക്കേണ്ട സ്ഥാനത്ത് വരുമ്പോ അവർ വരില്ല. എത്ര അന്വേഷിച്ചാലും നടക്കില്ല. തീരുവോ? പക്ഷെ അതേ സ്ഥാനത്ത് അതുപോലെയാണോ വേറൊരാളുടെ വേറൊരു മരണം? അല്ല വസന്തേ, അതല്ല എന്ന് വസന്തിനും അറിയാം, എനിക്കും അറിയാം. അത്രേ ഉള്ളൂ. പ്രകാശൻ മാസ്റ്റർ, അപ്പോൾ ഈ പറയുന്ന തരത്തിൽ കത്തിന് വിശ്വാസമില്ല, ഇപ്പോൾ കുടുംബം പറയുന്നത് വിശ്വാസമില്ല, എൻ എം വിജയൻ മരിച്ചു എന്നുള്ളത് മാത്രമാണ് നിലവിൽ കോൺഗ്രസിന് വിശ്വാസമുള്ളത്. ഒരു പക്ഷേ ആ മരണത്തിന് ശേഷമെങ്കിലും കുടുംബത്തിനോട് ചേർന്ന് നിന്നെങ്കിൽ ഈ ആത്മഹത്യക്കുറിപ്പ് പോലും പുറത്തു വരില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, വിജയൻ മരിച്ചു എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വേണ്ടി വരുമോ എന്ന് പറയാൻ കഴിയില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇവിടെ വസന്ത് പറയുന്ന കാര്യം കേട്ടാൽ അദ്ദേഹം പഠിച്ചിരിക്കുന്ന LLBക്ക് വല്ല മാറ്റമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാനും LLB പഠിച്ച ആളാണ്. ഇവിടെ ഈ 2 കേസുകൾ തമ്മിൽ ഒരു സമാനതയുമില്ല എന്ന് വക്കീലിന് എങ്ങനെ പറയാൻ കഴിയുക? രണ്ടിലും ഒരേ വകുപ്പാണ്, ആത്മഹത്യാ പ്രേരണ. അത് ദിവ്യയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ICയുടെ കാര്യത്തിലായാലും ഒരേ വകുപ്പല്ലേ ആത്മഹത്യാ പ്രേരണ. പിന്നെ ഒരു കാര്യത്തിൽ മരണത്തിന് പ്രേരകമായത് പ്രസംഗമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ അഴിമതിയാണ് കുറെ കൂടി ഗൗരവമായിട്ടുള്ള കേസ്. ഒരു കേസിനകത്ത് ആത്മഹത്യാ കുറിപ്പില്ല, ഈ കേസിനകത്ത് ആത്മഹത്യാ കുറിപ്പ് മെറ്റീരിയൽ എവിഡൻസ് തന്നെയുണ്ട്. അപ്പോൾ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഇതല്ലേ. പിന്നെ നിയമപരമായിട്ട് അന്വേഷിച്ചാൽ നിങ്ങൾ അതിനെയാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കേസ് വന്നല്ലോ. നിങ്ങളുടെ IC ബാലകൃഷ്ണനും DCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ കേസ് വന്നു, പ്രതികളാണ് വരെ. അപ്പോൾ അതിന് മേലെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? പിന്നെ പാർട്ടി അന്വേഷണം മതിയെങ്കിൽ PP ഇവിടെ കേസിനകത്ത് അവർ കുറ്റക്കാരിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കേസ് നടക്കുകയല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് പോലെ നടപടി. എന്നിട്ട് പാർട്ടിക്കകത്ത് നിന്ന് പോലും നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലേ നിങ്ങൾ? തീരുമാനം ഈ പറയുന്ന കോടതിയിൽ വന്നിട്ട് പിന്നെ മതി എന്ന് എന്താ നിങ്ങൾ പറഞ്ഞില്ല? അപ്പോൾ മറ്റ് പാർട്ടിക്കാർക്ക് ഒരു ന്യായം, നിങ്ങൾക്കാവുമ്പോൾ വേറൊരു ന്യായം. പിന്നെ വസന്ത് കളവാശ്രയിക്കുകയാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിലെ നിയമനം താൽക്കാലിക നിയമനമാണ് എന്നാരാ പറഞ്ഞിരിക്കുന്നത്? അത് PTS ആണ്, പാർട്ട് ടൈം സൂപ്പറാണ്. പക്ഷെ നിയമനം സ്ഥിരം നിയമനാണ്. 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളുടെ DCC ട്രഷറാണ് പറഞ്ഞത്. അദ്ദേഹം ട്രഷറായിരിക്കുന്ന സമയത്ത് എഴുതിയ കത്തല്ലേ അത്. പിന്നെ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയോ എന്ന് നിങ്ങൾ ഞങ്ങളോട് സംശയിച്ചിട്ട് എന്താ കാര്യം? വന്നിരിക്കുന്ന ഓരോ തെളിവുകളും തെളിയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നിയമനത്തിന് കോൺഗ്രസ് നേതാക്കന്മാരുടെ കൈകളിൽ നിന്ന് പോലും പണം വാങ്ങാറുണ്ട് എന്നാണ്, കൈക്കൂലി വാങ്ങാറുണ്ട് എന്നാണ്, കോഴ വാങ്ങാറുണ്ട് എന്നാണ്. നിയമനത്തിന് നിങ്ങൾ ശുപാർശ ചെയ്യാറുണ്ട്, കത്ത് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ട് നിയമവിരുദ്ധല്ലേ? നിയമനത്തിന് കോഴ വാങ്ങുന്നത് നിയമവിരുദ്ധാണ്. നിയമനത്തിന് MLA ഈ പറയുന്ന അനധികൃതമായിട്ട് കത്ത് കൊടുക്കുന്ന നിയമവിരുദ്ധാണ്. ആ നിയമവിരുദ്ധ കാര്യങ്ങളെങ്കിലും അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? പിന്നെ പാർട്ടി നഷ്ടം നികത്തും. ഞാൻ ചോദിക്കട്ടെ, വിജയന്റെ മരണത്തിന് നഷ്ടം എങ്ങനെ നികത്താൻ വേണ്ടി കഴിയുക?
ഇവിടെ മാനസിക വൈകല്യമുള്ള കുട്ടിയുടെ ആ മരണത്തിന് നഷ്ടം എങ്ങനെ നികത്താൻ വേണ്ടി കഴിയും? പിന്നെ നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ അയച്ച് എല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാരുമല്ല, ഇപ്പോഴും കോൺഗ്രസ് ആണെന്ന് അഭിമാനിക്കുന്ന വിജയൻ്റെ മകനും മകളുടെ ഭർത്താവും മകൻ്റെ ഭാര്യയുമാണ്. അവരിപ്പോഴും കോൺഗ്രസ് അല്ലേ? അവർ പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ലേ? അവർ പറയാണ് ഞങ്ങൾക്ക് എല്ലാ നിലക്കും ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാം എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയൊന്നുമല്ല. അപ്പം നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്ന കാര്യം പോലും ഇങ്ങനെ വന്നിട്ട് നിഷേധിക്കേണ്ടി വരുന്നത് കഷ്ടം എന്ന് പറയുകയല്ലാതെ വേറെ എന്താ പറയുക? ഇവിടെ ഈ പറയുന്ന പോലെ വളരെ വ്യക്തമായ നിലക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് DCC ട്രഷറർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന IC ബാലകൃഷ്ണൻ അടക്കമുള്ള DCC അധ്യക്ഷനടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ്, പറഞ്ഞ ഞങ്ങളല്ല. DCC ട്രഷററായ സമയത്ത് അദ്ദേഹം എഴുതിയ കത്താണ്. പിന്നെ കത്തിൻ്റെ കാര്യത്തിൽ സംശയം, അദ്ദേഹം കത്തിനകത്ത് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മരിച്ചിട്ട് 4 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചത് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾക്കറിയാത്തല്ലോ. അദ്ദേഹം എഴുതിയിരിക്കുന്ന കത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അദ്ദേഹം എഴുതിയിരിക്കുന്ന നിരവധി കത്തുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഒന്ന് ഒത്തു നോക്കിയാൽ പറയാൻ വേണ്ടി കഴിയില്ലേ ഇത് വിജയൻ എഴുതിയതാണോ അല്ലയോ എന്ന്? അപ്പോൾ കത്തിൻ്റെ ജെനുവിനിറ്റി പരിശോധിക്കാൻ മറ്റാരെക്കാളും കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. കാരണം അദ്ദേഹം 50 കൊല്ലമായിട്ട് നിങ്ങളുടെ നേതാവാണ്, ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ച ആളാണ്, DCC നേതാവായിട്ട് ഉള്ള ആളാണ്. നിങ്ങൾക്ക് ഒരുപാട് കത്തുകൾ അയക്കുകയും കത്തുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ രാവിലെ തീരുമാനിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് കത്തിന് ജനുവിനിറ്റികൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തൊടുന്യായം പറഞ്ഞ് തികച്ചും മനുഷ്യത്വരഹിതമായിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തെ കേൾവില്ലാത്ത തൻ്റെ പാർട്ടിക്ക് വേണ്ടി വലിയ കോടികൾ ഇവിടെ സാമ്പത്തികമായിട്ട് നഷ്ടം വന്ന ഒരാൾ ഇവിടെ KPCC അധ്യക്ഷനും അവർ പ്രതിപക്ഷ നേതാവിനെ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഗതികേട് ഇന്ത്യയിലുള്ള ഒരു പാർട്ടിക്കും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ആ അപമാന ഭാരത്താൽ തല കുനിയേണ്ട കോൺഗ്രസ് അതിന് ന്യായീകരിക്കാൻ നിർലജ്ജമായി ശ്രമിക്കുന്ന കാഴ്ച തികച്ചും ലജ്ജാകരമാണ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി. വസന്ത, ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കണം, സമയപരിമിതിയുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ ദേഹത്ത് ചെളി പുരളാതിരിക്കാൻ കോൺഗ്രസ് ഇങ്ങനെ IC ബാലകൃഷ്ണനെ കയ്യിൽ ഉയർത്തി നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയാകെ IC ബാലകൃഷ്ണനെ ഇങ്ങനെ ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ആ ചെളിക്കുണ്ടിലേക്ക് വീണു പോയിട്ടുണ്ട്, പൂഴ്ന്നു പോയിട്ടുണ്ട് എന്നുള്ളത് എന്താണ് തിരിച്ചറിയാത്തത്? അല്ല, 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ ലെറ്റർ കൊടുത്തു തരും. അങ്ങനെയാണ് നിങ്ങളുടെ സഹകരണ വകുപ്പ് കൊടുത്തിരിക്കുന്ന ലെറ്ററും തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അതായത് IC ബാലകൃഷ്ണൻ ലെറ്റർ കൊടുത്ത അതേ ആൾക്ക് തന്നെ നിങ്ങളുടെ സഹകരണ വകുപ്പ് അവിടെ നിയമനം നൽകണം, 1ാം റാങ്കുകാരിയാണ്, അതുകൊണ്ട് നിയമനം കൊടുക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാം. ഇനി രണ്ടാമത് അങ്ങ് ചോദിച്ച ചോദ്യം, ഞങ്ങൾ ഇതാ ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, തെറ്റ് ചെയ്യാത്ത ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ പാർട്ടിയുടെ, ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലുള്ള ഞങ്ങളുടെ ഇൻഹാൻഡുള്ള ഞങ്ങളുടെ വിവരങ്ങളിൽ IC ബാലകൃഷ്ണൻ പ്രതി ചേർക്കപ്പെടേണ്ട കാര്യമില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും. ഇനി ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, KPCC അധ്യക്ഷൻ ഈ വിഷയമുണ്ടായതിന് പിറ്റേ ദിവസം പറഞ്ഞ കാര്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ്. എത്ര വലിയ കൊലകമ്പനാണെങ്കിലും ഈ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ പുറത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നടപടി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അവരെ മാറ്റി നിർത്തും. ഈ പ്രകാശ് മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കൂടി, അദ്ദേഹം പറഞ്ഞു പാർട്ടി അന്വേഷണ കമ്മീഷന്റെ അന്വേഷണം മതി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രകാശ് മാസ്റ്ററെ. ഈ നിലവിൽ നിങ്ങളുടെ പോലീസിന്റെ കയ്യിലുള്ള 2 കേസുകളാണ്. ഒന്ന്, പോലീസ് സ്വമേധ എടുത്ത കേസ്, അസ്വാഭാവിക മരണം. 2, IC ബാലകൃഷ്ണൻ നേരിട്ട് നൽകിയ പരാതിന്മേലുള്ള അന്വേഷണം. പോലീസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി പോലീസ് പോരെങ്കിൽ വിജിലൻസ്, അതായത് റിപ്പോർട്ട് വരട്ടെ. ശരി വസന്ത്, സമയപരിമിതിയുണ്ട്. ലാൽകുമാർ നോക്കൂ, 30 സെക്കൻഡ് മാത്രം. ഇവിടെ ഇപ്പോൾ IC ബാലകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വസന്ത് ഉൾപ്പെടെയുള്ളവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ കോഴ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ. അപ്പോൾ അത് NM വിജയനാണ്. അങ്ങനെയാണെങ്കിൽ അതങ്ങ് തുറന്ന് സംബന്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പാർട്ടിക്ക് ബന്ധമില്ല, NM വിജയനാണ്. ഇവരൊരു വിഷയ സർക്കിളിലാന്നേ. ഇവര് IC ബാലകൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ വിജയനെ തള്ളേണ്ടി വരും, വിജയനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ IC ബാലകൃഷ്ണനെ തള്ളേണ്ടി വരും. ഇത് അവർക്ക് അതിനകത്ത് വേറെ ചോയ്സ് ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ED ഇപ്പൊ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേസിന്റെ ഭാഗത്തേക്ക് പോകും. നമ്മൾ ആ ഭാഗത്തേക്ക് ഇന്ന് പോയേയില്ല. സത്യത്തിൽ ED ആ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത നമുക്കത് ഉറപ്പ് ആധികാരികമായ രേഖയില്ല, അതുകൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നത്. അപ്പം അത് അന്വേഷിക്കുമ്പോൾ കൂടുതൽ കൃത്യമായി കാര്യങ്ങൾ വരുമല്ലോ. ഇച്ചിരൂടെ കൃത്യമായി കോൺഗ്രസിന്റെ EDയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും ചിലപ്പോൾ ഇച്ചിരൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും ED അന്വേഷിക്കുവാണെങ്കിൽ. ശരി, എന്തായാലും അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ പുറത്തു വരട്ടെ. നമ്മുടെ മുന്നിലുള്ള കത്തുകളെ ഇപ്പോൾ വിശ്വസിക്കുക, NM വിജയന്റെ വാക്കുകളെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. വളരെ നന്ദി പ്രകാശ് മാസ്റ്റർ, വസന്ത് സിറിയക്കൽ, ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.